ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഫന്റാസിയ 2025 ഞങ്ങളുടെ സ്കൂളിൻ്റെ 31ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസ് ആണ്. ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS ആണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. വാർഡ് കൗൺസിലർ അർച്ചന മണികണ്ഠൻ, പാരന്റ് റെപ്രസെന്റേറ്റീവ്, അലൂമിനസ് എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, മാനേജർ, ട്രഷറർ, അവരുടെ ഭാരവാഹികൾ എല്ലാവരും നേതൃത്വം നൽകിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ഒരു സുവർണ നിമിഷം തന്നെയാണ് ഇത്. 1300ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 1000-ലധികം കുട്ടികൾ ഇന്ന് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളിൽ പല പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഫോർമൽ ഫംഗ്ഷന് ശേഷം 10 മണി വരെ ഈ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യും. ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് 15 ഏക്കർ ക്യാമ്പസിൽ ആയി ശ്രീനാരായണ പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു ചാരിറ്റി ഡ്രിവൺ ഓർഗനൈസേഷനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റ ഈ പ്രദേശത്ത് ഈ സ്കൂൾ സ്ഥാപിതമായിട്ട് ഏതാണ്ട് 30 വർഷം കഴിഞ്ഞു. ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണ മേഖലയിലാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അന്നിരുന്ന ട്രസ്റ്റ് അംഗങ്ങൾ ഇവിടെ വന്ന് 15 ഏക്കർ സ്ഥലം വാങ്ങുകയും അത് ഒരു സ്കൂൾ സ്ഥാപിതമാകുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയത് KR രാജൻ IAS അവരുടെ നേതൃത്വത്തിലാണ്. ഈ സ്കൂള് സ്ഥാപിതമായതിനു ശേഷം ഇപ്പോൾ ഏതാണ്ട് 1400ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഏതാണ്ട് കൂടുതലും ഗ്രാമീണ മേഖലയിലുള്ള കുട്ടികളാണ്. ഇവിടെ എല്ലാ വർഷവും പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിച്ച കുട്ടികൾ വിജയിക്കുകയാണ്. ഈ സ്കൂളിൽ നിന്നും പഠിച്ച അനവധി കുട്ടികൾ IFS-ഉം IPS-ഉം IAS-ഉം ഒക്കെ എടുത്ത് വന്നിട്ടുള്ളവരാണ്. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ 1995 ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സംരംഭമായിട്ടാണ് തുടങ്ങിയത്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത, അന്ന് ഏതാണ്ട് 300-ൽ പരം ആൾക്കാർ ഒത്തുചേർന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ ഭാഗത്തുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് സഹായകരമായ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഒരു ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നില്ല. കിട്ടുന്ന ഫീസോ ഒക്കെ കുട്ടികളുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 1400ഓളം കുട്ടികൾ pre-KG മുതൽ +2 ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരിവിടെ വന്ന് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയും അതോടൊപ്പം ഭൗതികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമാണ് അതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ള മഹത്തായ ഒരു കർമ്മമാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഏതൊരു സ്കൂളിനെയും വെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. AC ചെയ്ത ലാബറട്ടറികൾ, കുറഞ്ഞ വിദ്യാർത്ഥി അധ്യാപക അനുപാതം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ 30-ൽ താഴെ കുട്ടികളാണ് ഓരോ ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് വ്യക്തിപരമായ അറ്റൻഷൻ ഓരോ കുട്ടിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതോടൊപ്പം തന്നെ അതിന് വേണ്ട ഭൗതിക സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ് ഈ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സിലാണെങ്കിലും നമ്മൾ കണ്ടാൽ എക്സൽ ചെയ്യുന്നുണ്ട്. അതിന് പറ്റിയ നല്ല ഒരു സ്റ്റേഡിയം നമുക്കിവിടെയുണ്ട്. ഇത് 15 ഏക്കർ ക്യാമ്പസിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വികസന സാധ്യതയുണ്ട്. എല്ലാവിധ സ്പോർട്സുകളും, ഖോഖോ, വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഇതുപോലെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ആർട്സ് സംബന്ധമായിട്ട് അവരുടെ ചിത്രരചന, മറ്റ് കലാ അഭിരുചികളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ. ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിശ്വപൗരന്മാരായിട്ട് വളരത്തക്ക രീതിയില്ല, അല്ലാതെ വെറും ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടായിട്ട് മാറ്റാതെ എല്ലാത്തിനും അനുകമ്പയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് ഈ സ്കൂളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ സ്ഥാപിതമായിട്ട് ഇപ്പോൾ 31 വർഷം ആയി. ട്രിവാൻഡ്രത്തെ CBSE സ്കൂളുകളിൽ വളരെ പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്
ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. ഏതാണ്ട് 1400ഓളം കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികളെ പ്രദാനം ചെയ്ത ഒരു സ്കൂൾ കൂടെയാണ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികളുടെ ടാലൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഏതാണ്ട് 850-ലേറെ കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുന്നതാണ്. കുട്ടികളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മുടെ സ്കൂളും മാനേജ്മെൻറ്റും ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. NS and Miss Digimol Geo. In charge of Fantasia, Miss Anuja KL and Miss Sumi PG. Teachers, parents, non-teaching staff, and my dear friends. വളരെ സന്തോഷം. കുട്ടികളായിട്ട് സംസാരിക്കാനുള്ള ഒരു നല്ല അവസരം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ് ഒരു ചോദ്യം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യാറുണ്ട്. സോ ഐ എം നോട്ട് ഡീവിയേറ്റിംഗ് ഫ്രം ദാറ്റ്. ആ ക്വസ്റ്റ്യൻ പേരൻസ്മാരുടെ അടുത്ത് കൂടി ഉണ്ട്, കുട്ടികളുടെ അടുത്ത് കൂടി ഉണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ആദ്യത്തെ ആൾക്കാർ ഒരു ദിവസം 2 മണിക്കൂറിന് കൂടുതൽ ഓൺലൈൻ ഡിജിറ്റൽ ഡിവൈസസിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു പാരൻസ്, they can exclude the time that they spend for work on their digital devices. Okay, work in a पुरमे digital devices in mobile पड़े, निकले desktop, laptop, TV, एल्ला पड़े 2 मणिक्കൂറിന് കൂടുതൽ ആർക്ക് ആൾക്കാർ digital devices spend ചെയ്യാറുണ്ട്? കൈയാണ് പോക്കി വെക്കൂ. And children, I know the truth. Okay, you don't have to keep your hand down. I know തീർച്ചയായും 2 മണിക്കൂറിന് കൂടുതലായിരിക്കും. അപ്പോൾ സത്യസന്ധമായിട്ട് കൈപോക്കി വെക്കണം. ആരൊക്കെ കുട്ടികൾ 2 മണിക്കൂറിന് കൂടുതൽ? കുട്ടികളും പാരൻസും. ഓക്കെ ഓക്കെ യാ ഓക്കെ, യു കൻ കീപ് യുവർ ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എന്തിനെ ചോദിച്ചു. സി, നമ്മുടെ സമൂഹത്തിൽ ഡിജിറ്റൽ എഡിക്ഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഡ്രഗ് അഡിക്ഷൻ പോലെ ഡിജിറ്റൽ എഡിക്ഷനിനെ ആ പ്രാധാന്യം കിട്ടുന്നില്ല.
നമ്മളെല്ലാ ആൾക്കാർ പേരൻസ് ആവട്ടെ കുട്ടികളാവട്ടെ we are not really realizing how big a risk, how big an issue is when it comes to digital addiction. ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഭയം വരും, പേടി വരും, നമുക്കത് മനസ്സിലാവും, ഓ വലിയ പ്രശ്നമാണ്. ഓക്കെ, ഡ്രഗ് അഡിക്ഷൻ നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് സ്പ്രെഡിങ്, ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. അത് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. പക്ഷേ when it comes to digital addiction, അതിൻ്റെ യഥാർത്ഥത ഉണ്ട്. ഈ മെന്റലി വി ആർ നോട്ട് ഈവൻ റിയലൈസിങ് ഇത് ഇത്രയും വലിയ പ്രശ്നമുണ്ട്. who knows, ആർക്കേനെ അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കൺട്രി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിന് വേണ്ടി സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിട്ടുണ്ട്. ഏത് കൺട്രിയാണ്? ടീച്ചേഴ്സ്, which country has banned social media for students less than 16 years of age? It is Australia. And Australia is not a singular country which is taking steps to take our children, to take our students away from digital addiction. There are other countries also which are taking similar steps, which are making similar efforts. നമ്മുടെ കൺട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. വി ആർ എ ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. പവർട്ടി ഉണ്ട്, ഇനിക്വാളിറ്റി ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, ഡീഫോറസ്റ്റേഷൻ, ഇഷ്ടംപോലെ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷനിനെ ഇത്രയും പ്രാധാന്യം കിട്ടിയില്ല. കൺട്രി ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ആ രീതിയിലുള്ള പോളിസീസ് ഒക്കെ ഇതുവരെ വന്നില്ല. ട്രസ്റ്റ് മീ ഓൺ ദിസ് വെൻ ഐ സേ ഇറ്റ് ഈസ് ruining minds, it is damaging brains, and it is completely spoiling the overall personalities and characters of our upcoming generations. 2024 വർഷത്തിൽ വേർഡ് ഓഫ് ദ ഇയർ ഉണ്ടായിരുന്നു ബ്രെയിൻ റോട്ട്. കുട്ടികളിലെ വാക്കറിയായിരിക്കും ബ്രെയിൻ റോട്ട്, അറിയോ? കുട്ടികളിലെ മീനിങ് ഒക്കെ എല്ലാം അറിയായിരിക്കും. സോ മീനിങ് ഇതിൻ്റെ ബാക്കിയൊന്നുമില്ല, ലിറ്ററൽ മീനിങ് തന്നെയാണ് ബ്രെയിൻ റോട്ട്. നമ്മുടെ ബ്രെയിൻ റോട്ട് ആവുന്നുണ്ട്. Our brain is getting damaged because of digital addiction, because of excessive screen usage. ഒരു ദിവസം ശരിക്കും just try noting it for yourself as well as for our children. നമ്മുടെ കുട്ടികൾ ആ ഫോൺ എടുത്തിട്ട് ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ട് ഇല്ലെങ്കിൽ ടി വിയിൽ തന്നെ ഇത്ര പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇത്ര ഷോർട്ട് ഫോമാറ്റ് ഉള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇത്ര സമയം അവർ ഓൺലൈൻ ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. And then you will realize how much of our precious time is going in this stupid activity. Why I call it stupid is, when TV had come, it was called idiot box. കാരണം TV കാണുന്നതിനെ, while we are watching TV, it does not require us to utilize our brain faculties. Okay, we can sit like an idiot and whatever is coming in front of us, we can keep on enjoying that and keep on getting entertained. That is called idiot box. Because any idiot can do that. It does not require you to make use of your mental faculties. പക്ഷേ this after the event of mobiles, I would say the idiot അല്ല, ഇത് double triple idiot box ആക്കി മാറിയിട്ടുണ്ട്. When we have a mobile in our hand, we forget everything. Food, drinking, sleep, എല്ലാം മറന്നിട്ട് after forgetting everything, we just keep our minds concentrated on that mobile. And mobile il namukku endu kittunundu? Trust me, hardly 5% of the times will we be watching something which we require. 95% of the times we will be watching something that the media companies want us to watch. All these firms, Facebook, Instagram, YouTube, they have huge algorithms running behind in the background which decide what you are going to watch next. Very quickly they will understand നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ലൈക്സ് ഡിസ്ലൈക്സ് എന്താണ്. ആ രീതിയിലുള്ള റീൽസ് ആൻഡ് വീഡിയോസ് മാത്രമേ അവർ നിങ്ങളുടെ മുമ്പ് പ്രോംപ്റ്റ് ചെയ്യൂ. ആൻഡ് ഒന്നും നോക്കാതെ ആലോചിക്കാതെ നമ്മൾ വളരെ ഈസി ആയിട്ട് അത് സ്ക്രോൾ ചെയ്ത് പോകും. My dear young students, please do realize time is your biggest asset. Where your time is going to determine your future, your career, your personality, your entire life. Do not waste your time on unnecessary mindless scrolling.
ഇത് നോക്കിക്കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ എന്ത് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്? വി ആർ ലൂസിങ് ആർ എബിലിറ്റി ടു ഫോക്കസ്. We are losing our ability to think deeply over any problem. We are losing our ability to find solutions to things. And we are only getting addicted to brainless entertainment. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ചെറിയ കിക്ക് വേണം. പെട്ടെന്നായിട്ട് റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കിക്ക് കിട്ടുന്നുണ്ട്. We are getting an instant gratification. And that instant gratification is keeping us glued, is keeping us addicted to the screen. ദയവായി ഇപ്പോൾ സമയമുണ്ട് മനസ്സിലാക്കുക. Our entire generations are getting completely wasted because of this single activity. നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ വേണം. Beautiful annual festival Fantasia. We saw beautiful performances by our children over here. It was lovely to watch that. And everyone എല്ലാ ആൾക്കാരുടെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. So, Nala Santosham, thanks to the school authorities for inviting me over here. And I formally inaugurate today's fantastic program, Fantasia 2025. Ellavarkum Nandi Namaskaram.